മന്ത്രിസഭാ പുനഃസംഘടനാ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിനില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ. കെ.ബി. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ഉറപ്പു നൽകിയിരുന്നെന്ന ആർ. ബാലകൃഷ്ണപിള്ളയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു സുധീരൻ. ഇല്ല, ഇതേക്കുറിച്ച് പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനത്തിന് ഇപ്പം മുതിരുന്നില്ല. അങ്ങനെ പരസ്യമായൊരു ചർച്ചയിലേക്ക് പോകുന്നത് ഉചിതമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അബ്ദുള്ള കുട്ടിയെ രാജിവെപ്പിച്ച് പകരം താൻ കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന വാർത്ത കെ. സുധാകരൻ നിഷേധിച്ചു. ഇത്തരം ഒരു ചർച്ചയും പാർട്ടിക്കുള്ളിൽ നടന്നിട്ടില്ല. കേവലം ഒരു ആരോപണത്തിന്റെ പേരിൽ രാജി ആവശ്യപ്പെട്ടില്ല. അബ്ദുള്ള കുട്ടിയോട് MLA എന്ന നിലയിൽ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. സജീവമായി MLAയുടെ പ്രവർത്തനവും ദൗത്യവും ഏറ്റെടുത്തു പോകാൻ അബ്ദുള്ള കുട്ടിയോട് DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, KPC പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്തുള്ള ചില പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. ആ പ്രയാസങ്ങൾ തൂത്തുമാറ്റാനാണ് എൻ്റെ ഈ പ്രഖ്യാപനം. അതുകൊണ്ട് കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തന രംഗത്ത് അബ്ദുള്ള കുട്ടി സജീവമായിട്ടുണ്ടാകും. MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദൗത്യം അദ്ദേഹം നിർവഹിക്കും. അദ്ദേഹത്തെ പാതി വഴിക്കിട്ട് രാജിവെപ്പിക്കാനോ പകരം മത്സരിക്കാനോ കെ. സുധാകരനോ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കോ കണ്ണൂർ DCCക്കോ ഒരു ലക്ഷ്യവുമില്ല എന്ന് തുറന്നു പറയാൻ ഈ അവസരം വിനിയോഗിക്കും. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും UDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ PC ജോർജ് ശ്രമിച്ചുവെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ PC ജോർജ് സ്വീകരിച്ച നിലപാടാണ് യൂത്ത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും UDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ PC ജോർജ് ശ്രമിച്ചു. ഇടുക്കിയിലത് ഫലം കണ്ടുവെങ്കിലും പത്തനംതിട്ടയിൽ ആന്റണി കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ചീഫ് വിപ്പ് സ്ഥാനത്ത് PCയെ തുടരാൻ അനുവദിച്ചാൽ അത് നോക്കിയിരിക്കാൻ സാധിക്കില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. ഇക്കാര്യം ഉന്നയിച്ച് KPCC പ്രസിഡന്റിനും UDF കൺവീനർക്കും പരാതി നൽകാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. PC ജോർജ് എന്ന് പറയുന്ന പോയ കോടാലിയെ ഇനി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കാൻ അനുവദിക്കരുതെന്നാണ് KPCCയോട് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടുവാനുള്ളത്. UDFൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്യണമെന്നാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സുചിന്തിതമായ അഭിപ്രായം. PC ജോർജ് പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയാണ്. ഇത് തുടർന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താനും പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന സമിതിയിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കും. PC ജോർജിനെതിരെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനും യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട. നരേന്ദ്രമോദിയെ പുകഴ്ത്തി സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ്. മോദി ശക്തനും അതിപ്രഗത്ഭനുമായ നേതാവാണ്. കേരളത്തിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും നേതാക്കളും മോദിയെ നേരിട്ട് കണ്ട് ബോധിപ്പിക്കണമെന്നും PC ജോർജ് പറഞ്ഞു. ആറന്മുള സത്യാഗ്രഹത്തിന്റെ 100ാം ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് മോദിയെ പുകഴ്ത്തിയുള്ള PCയുടെ പ്രതികരണമുണ്ടായത്. അത്ര ശക്തനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ കാണണം. എനിക്കാണ് ഒരു മടിയില്ല, സമയം എടുക്കാണ്ട് എനിക്കിത് ബോധ്യപ്പെടുത്തുന്ന ഏത് നിമിഷവും ഞാൻ പോയി ബോധ്യപ്പെടും. ശരി ബോധ്യപ്പെട്ടാൽ അതിന് വിരുദ്ധമായി ചെയ്യുന്നവനല്ല മോഡി എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. പിന്നീട് ആറന്മുള സമരപ്പന്തലിലെത്തിയ PC ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ മോദിയെ വാനോളം പുകഴ്ത്തി. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ മോഡി, പ്രിയകരനായ മോഡി ഇന്നലെ പാർലമെന്റിലേക്ക് ചെന്നപ്പോ അദ്ദേഹം സുക്കൂത്ത്, മുസ്ലിങ്ങളുണ്ടോ അവിടെ ആരെങ്കിലും, സുക്കൂത്ത് ചെയ്യുന്നത് കണ്ടായിരുന്നു. എല്ലാറ്റിനും അവസാനം വിവാദമാകാതിരിക്കാൻ തന്റെ സ്ഥിരം ശൈലിയിൽ ഒരു മുൻകൂർ ജാമ്യവും. സത്യമായിട്ട് നമ്മൾ കാണണ്ടേ, അതുകൊണ്ട് പറയുക. ഇപ്പം എല്ലാവരും വിചാരിക്കും ഞാൻ BJPയുടെ അല്ല, BJPയുടെ ഒരു ബന്ധവുമില്ല, പേടിക്കണ്ട, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. എന്തായാലും മോദിയെ പുകഴ്ത്തിയുള്ള ഈ പ്രസംഗം PCയുടെ പുതിയ തന്ത്രമാണോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട. ദേവികുളം മുൻ MLA AK മണി KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഡീൻ കുര്യാക്കോസ് തോറ്റാൽ രാജിവെക്കുമെന്ന വാക്ക് പാലിക്കുകയായിരുന്നുവെന്ന് AK മണി പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ വോട്ട് ചോർന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തിരുവനന്തപുരം പോണ അന്നേ ദിവസം രാജിക്കത്ത് KPCC പ്രസിഡന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ആ വാക്ക് പാലിച്ചു. വോട്ടിലെ കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെ കാണാൻ സാധ്യത ഉണ്ട്. പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സഭയുടെ ഒത്താശ UDFന് ഇല്ലാഞ്ഞിട്ടാണ് പരാജയം. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ ശശി തരൂർ സ്വാഗതം ചെയ്തു. വാക്കുകൾക്കനുസരിച്ചുള്ള പ്രവൃത്തി അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിന്റെ വികസനത്തിന് മോദിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും ശശി തരൂർ പറഞ്ഞു.
all of these are good signs, and I think that it is our duty as responsible and constructive opposition to work with him as long as he is actually working in that spirit. In other words, if he lives up to those statements, those pronouncements that he has made, and if he is going to work for the development of the country, the prosperity of India and the welfare of all Indians, then of course he must enjoy everyone's cooperation. തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം UDFന്റെ ഭരണ നേട്ടമല്ലെന്ന് CMP നേതാവ് KR അരവിന്ദാക്ഷൻ. വർഗീയ ധ്രുവീകരണം കൊണ്ട് ലഭിച്ച വോട്ടുകളാണത്. നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ കൂടുതൽ വിപുലമാകേണ്ടതുണ്ട്. ഇടതുമുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണെന്നും അരവിന്ദാക്ഷൻ കോഴിക്കോട് പറഞ്ഞു. സ്ത്രീ പ്രാതിനിധ്യം ഏറ്റവും കൂടുതൽ പ്രകടമായത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മത്സരിച്ചതും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതും സ്ത്രീ മുന്നേറ്റത്തിന്റെ ശുഭസൂചനയെന്ന് വേണം കരുതാൻ. 61 സ്ത്രീകളാണ് 16ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2009 ഇത് 59 ആയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8251 പേരാണ് മത്സരിച്ചത്. ഇതിൽ 668 പേർ സ്ത്രീകളും 7578 പേർ പുരുഷന്മാരുമാണ്. പുരുഷ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിലും അനുപാതം കണക്കാക്കുമ്പോൾ വിജയം 6.36% മാത്രമാണ്. ലോക്സഭയിലെ സ്ത്രീ പ്രാതിനിധ്യം 9.13% ഉണ്ടെങ്കിലും 1952 ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ പരിഗണിക്കുമ്പോൾ ഏറ്റവും കുറവാണിത്. 1957, 71, 77 തെരഞ്ഞെടുപ്പുകളിലാണ് ഇതിനു മുൻപ് ഏറ്റവും കുറവ് സ്ത്രീകൾ ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ളത്. ഉഭയലിംഗ വിഭാഗത്തിൽപ്പെട്ടവർ ആദ്യമായി മത്സരിച്ചതും 2014 തെരഞ്ഞെടുപ്പിലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ മത്സരിക്കുന്നത് കുറവാണെങ്കിലും വിജയശതമാനം കൂടുതലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കൂടുതൽ അവസരം നൽകുകയാണെങ്കിൽ പാർലമെന്റിലെ സ്ത്രീ പ്രാതിനിധ്യം ഉയരുമെന്ന് ചുരുക്കം. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ 1. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കുറവ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. മത്സരിച്ച 3234 സ്വതന്ത്രരിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് 3 പേർ മാത്രമാണ്. ഇന്ത്യയിൽ 1951 ആദ്യ പൊതുതിരഞ്ഞെടുപ്പ് മുതൽ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 1996 നടന്ന 11ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും അധികം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. 10,635 പേരാണ് അന്ന് സ്വതന്ത്രരായി ജനവിധി തേടിയത്. എന്നാൽ 9 പേർക്ക് മാത്രമേ അന്ന് ലോക്സഭയിലെത്താനായുള്ളൂ. 1957 രണ്ടാം പൊതു തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സ്വതന്ത്രർ പാർലമെന്റിലെത്തിയത്, 42 പേർ. 2009 മത്സരിച്ച 3831 സ്വതന്ത്രരിൽ 9 പേർ വിജയിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 8251 പേരാണ് ആകെ മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇവരിൽ 3234 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. എന്നാൽ വെറും 3 പേർക്ക് മാത്രമാണ് ജയിച്ചു കയറാനായത്. ഈ ജനവിധിയോടെ ഏറ്റവും കുറവ് സ്വതന്ത്രർ ലോക്സഭയിലെത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായി 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ 3 പേരിൽ തന്നെ 2 പേർ കേരളത്തിൽ നിന്നാണ്. ചാലക്കുടിയിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച ഇന്നസെന്റും ഇടുക്കിയിലെ ജോയ്സ് ജോർജും. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക നേതാക്കൾക്ക് ക്ഷണം. ഗുജറാത്ത് മോഡലിനുള്ള അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് ജയമെന്ന് മോദി. ആനന്ദിബെൻ പട്ടേൽ ഗുജറാത്ത് മുഖ്യമന്ത്രി. കമൽനാഥ് കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവാകും. അപകീർത്തി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചു. റിമാൻഡ് ചെയ്തത് നിതിൻ ഗഡ്കരി നൽകിയ മാനനഷ്ട കേസിൽ. ഡൽഹിയിലെ ഭരണം ഉപേക്ഷിച്ചതിന് അരവിന്ദ് കെജ്രിവാൾ മാപ്പ് ചോദിച്ചു. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ച് ചന്ദ്രികയുടെ മുഖപ്രസംഗം. കോൺഗ്രസിൽ സമഗ്ര അഴിച്ചുപണി ആവശ്യമാണെന്നും ലീഗ് മുഖപത്രം. ക്രിയാത്മകമല്ലാത്ത വിമർശന ശൈലി തിരുത്തണമെന്ന് ഘടകകക്ഷികളോട് VM സുധീരൻ. കോൺഗ്രസിന്റെ പരാജയ കാരണം കോർപ്പറേറ്റ് നയങ്ങളെന്ന് രമേശ് ചെന്നിത്തല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അന്വേഷിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ശക്തി മേഖലകളിൽ ഭൂരിപക്ഷം കുറഞ്ഞത് പരിശോധിക്കും. പരാജയത്തിൽ നിന്ന് പാർട്ടി പാഠം പഠിച്ച് തിരുത്തൽ നടപടി സ്വീകരിക്കണമെന്ന് MA ബേബി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിനൊപ്പം സഞ്ചരിച്ച് ഓരോ ചലനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഇലക്ഷൻ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പോളിംഗ് ബൂത്ത് ഇന്നത്തോടുകൂടി പൂർണ്ണമാകുന്നു. നമസ്കാരം, ശുഭരാത്രി.